ഇന്റലിജൻസ് ബ്യൂറോയുടെ പുതിയ ഡയറക്ടറായി നിയമിതനായത് മഹേഷ് ദീക്ഷിത് ആണ്. നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം? അപ്പോ ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ ബുദ്ധിശക്തി, അല്ലെ? ബുദ്ധിശക്തി കണക്ട് ചെയ്യാലോ. ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ബുദ്ധിശക്തി കണക്ട് ചെയ്ത് വെച്ചു. ആർക്കാണ് നല്ല ബുദ്ധിശക്തി ഉള്ളത്? മഹാന്മാർക്കാണ്. മഹാൻ എന്നതിൽ നിന്ന് മഹേഷ് എന്നൊരു കണക്ഷൻ കിട്ടുമല്ലോ. മഹേഷ് ദീക്ഷിത് ആണ് നിലവിലെ ഇന്റലിജൻസ് ബ്യൂറോയുടെ ഡയറക്ടർ. അപ്പൊ ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ബുദ്ധിശക്തി കണക്ട് ചെയ്ത് വെച്ചു. മഹാന്മാർക്ക് നല്ല ബുദ്ധിശക്തിയാണ് എന്ന് ഓർത്തിരുന്നാല് ഇന്റലിജൻസ് ബ്യൂറോയുടെ പുതിയ ഡയറക്ടറായി നിയമിതനായത് മഹേഷ് ദീക്ഷിത് ആണ് എന്ന് നമുക്ക് ഓർത്തിരിക്കാം. ഇനി നോക്കൂ, വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ ഡയറക്ടറായി നിയമിതനായത്, നിലവില് വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ ഡയറക്ടർ ചോദിച്ചാൽ അത് ഡോക്ടർ UP രാജീവ് ആണ്. UP രാജീവ്. അപ്പൊ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ്. അപ്പൊ റോക്കറ്റ് എങ്ങനെയാ പോകുന്നത്? മുകളിലോട്ടാണ്. അപ്പർ എന്ന രീതിയിൽ കണക്ട് ചെയ്താൽ UP എന്ന് നമുക്ക് ഓർക്കാലോ. അപ്പൊ UP രാജീവ് ആണ് നിലവിലെ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ ഡയറക്ടർ. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ത്യയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ്. റോക്കറ്റ് മുകളിലോട്ടാണ് പോകുന്നത് എന്ന് ഓർത്താല് UP രാജീവ് നമുക്ക് ചെറിയൊരു കണക്ഷൻ കൊടുക്കാം. ബഹിരാകാശത്തെത്തുന്ന ആദ്യ മലയാളിയാണ് അനിൽ മേനോൻ. അനിൽ മേനോൻ ആണ് ബഹിരാകാശത്തെത്തുന്ന ആദ്യ മലയാളി. പാലക്കാട് സ്വദേശിയായിട്ടുള്ള അനിൽ മേനോനാണ് ബഹിരാകാശത്തെത്തുന്ന ആദ്യ മലയാളി. 2026 ജൂലൈ 14 സോയൂസ് MS അദ്ദേഹം യാത്ര ചെയ്തിട്ടുള്ള പേടകത്തിന്റെ പേര് പഠിച്ചു വെക്കുക. സോയൂസ് MS-29 പേടകത്തിലാണ് അദ്ദേഹം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര തിരിച്ചിട്ടുള്ളത്. 2026 ജൂലൈ 14 നാസയുടെ ബഹിരാകാശ സഞ്ചാരിയായിട്ടാണ് അനിൽ മേനോൻ ബഹിരാകാശ യാത്ര നടത്തിയിട്ടുള്ളത്. അപ്പോ ബഹിരാകാശത്തെത്തുന്ന ആദ്യ മലയാളിയാണ് ആര്? ഡോക്ടർ അനിൽ മേനോൻ. അപ്പൊ എങ്ങനെ കണക്ട് ചെയ്യാം? അപ്പോ നമ്മുടെ ബഹിരാകാശത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ മലയാളി ആയിട്ടുള്ള അനിൽ, അല്ലെ, നീല എന്ന രീതിയിൽ കണക്ട് ചെയ്യാലോ. ആകാശത്തിന്റെ നീല നിറം ആസ്വദിച്ചു എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് കണക്ട് ചെയ്ത് പോവാം. അപ്പൊ ബഹിരാകാശത്തെത്തുന്ന ആദ്യ മലയാളിയാണ് അനിൽ മേനോൻ. പാലക്കാട് സ്വദേശിയായിട്ടുള്ള അനിൽ മേനോൻ ആണ് ബഹിരാകാശത്തെത്തുന്ന ആദ്യ മലയാളി. നാസയുടെ ബഹിരാകാശ സഞ്ചാരിയായി ഡോക്ടർ അനിൽ മേനോൻ 2026 ജൂലൈ 14 റഷ്യയുടെ സോയൂസ് MS-29 പേടകത്തില് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് വിജയകരമായിട്ട് യാത്ര തിരിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷൻ വളപ്പിലും സമീപത്തും കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ നീക്കം ചെയ്യാനുള്ള പദ്ധതി. സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷൻ വളപ്പിലും സമീപത്തും കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ നീക്കം ചെയ്യാനുള്ള പദ്ധതിയാണ് സ്പേസ്. അപ്പൊ നമുക്കറിയാം, പോലീസ് സ്റ്റേഷന്റെ മുന്നിലൊക്കെ എത്തിക്കഴിയുമ്പോൾ ഒരുപാട് വാഹനങ്ങൾ ഇങ്ങനെ പിടിച്ചിട്ടിട്ടുള്ള വാഹനങ്ങളൊക്കെ കിടക്കുന്നത് നമ്മൾ കാണാറുണ്ട്, ഒട്ടും സ്പേസ് ഇല്ലാണ്ട് എന്ന രീതിയിൽ. അപ്പോ ആ രീതിയിൽ നമുക്ക് കണക്ട് ചെയ്ത് വെക്കാം. സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷൻ വളപ്പിലും സമീപത്തും കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ നീക്കം ചെയ്യാനുള്ള പദ്ധതിയാണ് സ്പേസ്. 2026 നാറ്റോ ഉച്ചകോടിക്ക് വേദിയായത് എവിടെയാണ്? തുർക്കിയാണ്. തുർക്കിയിലെ അങ്കാറയിൽ വെച്ചിട്ടാണ് 2026 നാറ്റോ ഉച്ചകോടി നടന്നിട്ടുള്ളത്. അപ്പൊ നാറ്റോ ഉച്ചകോടി 2024, 25, 26 വർഷങ്ങൾ നമ്മൾ കോഡിലൂടെ കൃത്യമായി തന്നെ പഠിച്ചു പോയിട്ടുണ്ട്. നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് ഞാൻ ഇവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ 2026 എവിടെ വെച്ചിട്ടായിരുന്നു? തുർക്കിയിലെ അങ്കാറയിൽ വെച്ചിട്ടാണ്. ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ സ്വർണ്ണഖനിയായ ജൊന്നഗിരി ഏത് സംസ്ഥാനത്താണ്? ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ സ്വർണ്ണഖനിയായ ജൊന്നഗിരി ഏത് സംസ്ഥാനത്താണ്? ആന്ധ്രാപ്രദേശിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ സ്വർണ്ണഖനിയായ ജൊന്നഗിരി എന്നും പറയാറുണ്ട്, അതുപോലെ സ്വർണ്ണഗിരി എന്നും പറയാറുണ്ട് കേട്ടോ. അപ്പൊ രണ്ടും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ജൊന്നഗിരി ഏത് സംസ്ഥാനത്താണ്? ആന്ധ്രാപ്രദേശിലാണ്. ഇന്ത്യയിൽ ആദ്യമായി അപൂർവ രോഗബാധിതരുടെ ഡാറ്റ രജിസ്റ്റർ തയ്യാറാക്കുന്ന സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായി അപൂർവ രോഗബാധിതരുടെ ഡാറ്റ രജിസ്റ്റർ തയ്യാറാക്കുന്ന സംസ്ഥാനം അത് കേരളമാണ്. അപ്പൊ എങ്ങനെ കണക്ട് ചെയ്യാം? നമ്മൾ കേരളം ആരോഗ്യ രംഗത്ത്, അല്ലെ, ആരോഗ്യ മേഖലയിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് എന്ന് ഓർത്തിരുന്നാല് ഇന്ത്യയിൽ ആദ്യമായി അപൂർവ രോഗബാധിതരുടെ ഡാറ്റ രജിസ്റ്റർ തയ്യാറാക്കുന്ന സംസ്ഥാനം കേരളമാണ് എന്ന് നമുക്കൊന്ന് ഓർത്തിരിക്കാം. 2026 അമേരിക്ക സ്വാതന്ത്ര്യലബ്ധിയുടെ എത്രാമത് വാർഷികമാണ് ആഘോഷിച്ചത്? 2026 അമേരിക്ക സ്വാതന്ത്ര്യലബ്ധിയുടെ എത്രാമത് വാർഷികമാണ് ആഘോഷിച്ചത്? 250-ാം വാർഷികമാണ് 2026 അമേരിക്ക ആഘോഷിച്ചിട്ടുള്ളത്.
അപ്പോ 1776 ജൂലൈ 4-നാണ് അമേരിക്ക സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുന്നത്. അപ്പൊ 2026 250-ാം വാർഷികമാണ് അമേരിക്ക ആഘോഷിച്ചിട്ടുള്ളത്. 2026 അക്കിത്തം പുരസ്കാര ജേതാവ് 2026 അക്കിത്തം പുരസ്കാര ജേതാവ് ചോദിച്ചാൽ വി മധുസൂദനൻ നായരാണ്. നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം? അക്കിത്തം കവിതകൾക്ക് നല്ല മധുരമാണ് എന്നോർക്കാം. മധുരം എന്നതിൽ നിന്ന് മധുസൂദനൻ കണക്ട് ചെയ്യാലോ. അക്കിത്തം കവിതകൾക്ക് നല്ല മധുരമാണ് എന്നോർത്താൽ 2026 അക്കിത്തം പുരസ്കാര ജേതാവ് വി മധുസൂദനൻ നായരാണ് എന്ന് നമുക്ക് പഠിച്ചു വെക്കാം. 2025 സരസ്വതി സമ്മാൻ പുരസ്കാര ജേതാവ് 2025 സരസ്വതി സമ്മാൻ പുരസ്കാര ജേതാവ് ചോദിച്ചാൽ അത് രാംകുമാർ മുഖോപാധ്യായയാണ്. 2025 സരസ്വതി സമ്മാൻ പുരസ്കാര ജേതാവ്. ഇനി അദ്ദേഹത്തിന്റെ നോവൽ കൂടി പഠിച്ചു വെക്കുക. ഏത് നോവലിനാണ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്? അദ്ദേഹത്തിന്റെ ഹരപർവ്വതി കഥ എന്ന നോവലിനാണ്. ഹരപർവ്വതി കഥ എന്ന നോവലിനാണ് 2025 സരസ്വതി സമ്മാനം ലഭിച്ചിട്ടുള്ളത്. നമുക്ക് എങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം? സരസ്വതി ദേവിയുടെയും പാർവതി ദേവിയുടെയും മുഖം എന്നോർത്തൂടെ. മുഖം എന്നതിൽ നിന്ന് മുഖോപാധ്യായ എന്നോർക്കാലോ. രാംകുമാർ മുഖോപാധ്യായയാണ് 2025 സരസ്വതി സമ്മാൻ പുരസ്കാര ജേതാവ്. അദ്ദേഹത്തിന്റെ നോവലും പഠിച്ചു. ഹരപർവ്വതി കഥ എന്ന നോവലിനാണ്. ദേശീയ പിന്നാക്ക കമ്മീഷൻ ചെയർപേഴ്സൺ ആയി നിയമിതയായത്. ദേശീയ പിന്നാക്ക കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? നിലവിൽ സ്വാതി നിരഞ്ജൻ ജ്യോതിയാണ്. സ്വാതി നിരഞ്ജൻ ജ്യോതിയാണ് ദേശീയ പിന്നാക്ക കമ്മീഷൻ ചെയർപേഴ്സൺ. നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം? അപ്പൊ പിന്നാക്കം എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ ഓർക്കാം? സമൂഹത്തിൽ എന്താണ്? നിരക്ഷരരായിട്ടുള്ളവർ എന്ന രീതിയിൽ നിരക്ഷരർ എന്നതിൽ നിന്ന് നിരഞ്ജൻ എന്ന് കണക്ട് ചെയ്യാലോ. സ്വാതി നിരഞ്ജൻ ജ്യോതിയാണ് നിലവിലെ ദേശീയ പിന്നാക്ക കമ്മീഷൻ ചെയർപേഴ്സൺ. 2024 JC ഡാനിയൽ പുരസ്കാര ജേതാവ് 2024 JC ഡാനിയൽ പുരസ്കാര ജേതാവ് ചോദിച്ചാൽ അത് ശാരദയാണ്. ശാരദ എങ്ങനെ കണക്ട് ചെയ്യാം? അപ്പോ JC ഡാനിയൽ എന്ന് പറയുന്നത് മലയാള സിനിമയുടെ പിതാവാണ് അല്ലെ. അപ്പൊ പഴയകാല സിനിമകളിലോട്ടൊക്കെ നമുക്ക് പോവാം. പഴയകാല സിനിമകളിൽ എങ്ങനെയാണ്? വാഹനങ്ങൾക്ക് പകരം രഥമാണ് എന്ന രീതിയിൽ രഥത്തിൽ വരുന്നു എന്നൊക്കെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ കൺഫ്യൂഷൻ ഇല്ലാതെ നമുക്ക് ഓർക്കാലോ. 2024 JC ഡാനിയൽ പുരസ്കാര ജേതാവാണ് ശാരദ. ശാരദ എന്നത് നമ്മൾ രഥം എന്ന രീതിയിൽ ജസ്റ്റ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്.